ഹരി ഓം. 15-ാമത്തെ സ്തുതി ദക്ഷക്ഷമാപരാധസ്തുതി. ഇത് ഭാഗവതത്തിൽ 4-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 13, 14, 15 ശ്ലോകങ്ങളാണ്. ബ്രഹ്മാവ് പറഞ്ഞതെല്ലാം കേട്ടിട്ട് വിദ്വേഷം അകന്ന മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവിവേകം ചെയ്തവർക്ക് ശിക്ഷ കൊടുത്തു. ദക്ഷനെ ശുദ്ധീകരിക്കാൻ ഒരു ശിക്ഷ നൽകിയെന്നു മാത്രമേയുള്ളൂ. തല വെന്തുപോയതിനാൽ ദക്ഷൻ ആടിൻ്റെ തലവെച്ചു ജീവിക്കട്ടെ. ഭഗൻ യാഗഭാഗത്തെ സൂര്യൻ്റെ കണ്ണുകൾ കണ്ടുകൊള്ളട്ടെ. പല്ലില്ലാത്ത പൂഷാവ് അരച്ചെടുത്ത ഭക്ഷണം കഴിക്കട്ടെ. ഭൃഗുവിൻ്റെ താടിയിൽ ആടിൻ്റെ രോമങ്ങൾ വളരട്ടെ. ഋത്തിക്കുകൾ പൂഷാവിൻ്റെ കൈ ഉപയോഗിക്കട്ടെ എന്ന് മഹാദേവൻ അനുഗ്രഹിച്ചു. ഇത് കേട്ട ദേവന്മാർ യാഗത്തിന് ശിവനെ ക്ഷണിച്ചിട്ട് ബ്രഹ്മാദികളെല്ലാവരും കൂടി യാഗസ്ഥലത്തേക്ക് പോയി. ദക്ഷൻ്റെ കഴുത്തിൽ ആടിൻ്റെ തല വെച്ച ഉടനെ ദക്ഷൻ ഉണർന്നെഴുന്നേറ്റതുപോലെ കണ്ണുകൾ തുറന്ന് ശിവനെ നോക്കി. സ്തുതിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പുത്രീ നഷ്ടത്തിലുള്ള ദുഃഖവും എല്ലാം കൂടി കണ്ണീർ ധാരയായി ഒഴുകി. ദക്ഷൻ മിണ്ടാൻ ശക്തിയില്ലാതെ നിന്നു. പിന്നെ മനസ്സിനെ നിയന്ത്രിച്ച് വിദ്വേഷമില്ലാതെ ശിവനെ സ്തുതിച്ചു. സ്തുതി കേൾക്കാം. ദക്ഷ ഉവാച, ഭൂയാനനുഗ്രഹ അഹോ ഭവതാ കൃതോ മേ ദണ്ഡസ്ത്വയാ മൈധൃതോ യദവിപ്രലബ്ധ ന ബ്രഹ്മബന്ധുഷു ച വാം ഭഗവന്നവജ്ഞാ തുഭ്യം ഹരേശ്ച കുത ഏവ ധൃതവ്രതേഷു വിദ്യാതപോവൃതധരാൻ മുഖതസ്മ വിപ്രാൻ ബ്രഹ്മാത്മതത്വമവിതും പ്രഥമം ത്വമസ്രാഗ് തദ്ബ്രാഹ്മണാൻ പരമസർവവിപൽസുപാസി പാലപ്പശൂനിവ വിഭോ പ്രഗൃഹീതദണ്ഡഃ യോസൗ മയാ വിദിത തത്വദൃശാ സഭായാം ക്ഷിപ്തോ ദുരുക്തിവിശിഖൈരഗണയ്യ തന്മാം അർവാക്പതന്തമർഹത്തമനിന്ദയാപാത് ദൃഷ്ടാർദ്ധ്രയാ സ ഭഗവാൻ സുകൃതേന തുഷ്യേത്. ദക്ഷൻ ശിവനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു, പ്രജാപതികളുടെ യാഗസദസ്സിൽ വെച്ച് ഞാൻ അങ്ങയെ അത്യധികം നിന്ദിച്ചുവെങ്കിലും അങ്ങ് എന്നിൽ മഹത്തായ അനുഗ്രഹത്തെ ചെയ്തു. അപരാധികളെയും അനുഗ്രഹിക്കുന്നതായ അവിടുത്തെ ഈ സ്വഭാവം അത്ഭുതാവഹമായിരിക്കുന്നു. അപരാധത്തിന് തക്കതായ ശിക്ഷ അപ്പോൾ തന്നെ ഭഗവാൻ എന്നിൽ ഏൽപ്പിച്ചുവല്ലോ. അതുതന്നെ അനുഗ്രഹം. അങ്ങനെ ശിക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മഹത് നിന്ദയുടെ ഫലമായിട്ട് നരകപാതാദി മഹാദുഃഖങ്ങളെ ഞാൻ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ശിക്ഷ ഏൽപ്പിച്ചതിനാൽ ആ മഹാസങ്കടങ്ങളിൽ നിന്ന് ഞാൻ നിർമുക്തനായി. വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെയും ആത്മാവിൻ്റെ പരമാർത്ഥ സ്വരൂപത്തെയും ലോകത്തിൽ ഉപദേശദ്വാര നിലനിർത്തി രക്ഷിപ്പാനായിക്കൊണ്ട് തപസ്, ചിത്ത ഏകാഗ്രത, വൃതാദികൾ ഇവയെ അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയെ പ്രാപിച്ച് ജ്ഞാനികളായി ഭവിപ്പാൻ സമർത്ഥന്മാരായ ബ്രാഹ്മണരെ ബ്രഹ്മാവായി ഭവിച്ച അങ്ങ് ആദ്യം മുഖത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അതുകൊണ്ട് അവർക്ക് നേരിടുന്ന സർവ ആപത്തുകളിൽ നിന്നും പശുപാലൻ മാർഗം തെറ്റിപ്പോകുന്ന പശുക്കളെ ശിക്ഷിച്ചുകൊണ്ട് മാർഗത്തിൽ കൂടെ നടത്തി പരിപാലിക്കുന്ന വിധത്തിൽ യഥോചിത ദണ്ഡത്തെ ഏൽപ്പിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നു. കുറ്റങ്ങൾ ചെയ്യുന്ന സമയത്തിൽ ശിക്ഷ ചെയ്യുന്നതിനാൽ
പിന്നെ ആ വിധം കുറ്റങ്ങൾ ചെയ്യാതിരിപ്പാനുള്ള വിചാരം ഉറച്ചു വരും. അതിനുവേണ്ടി അപരാധത്തിനനുസരിച്ച് ദണ്ഡമേൽപ്പിക്കുന്നത് പരമ അനുഗ്രഹമാകുന്നു. അങ്ങയുടെ മാഹാത്മ്യങ്ങളൊന്നും അറിയാതെ സദസ്സിൽ വെച്ച് നിന്ദിച്ചെങ്കിലും അതെല്ലാം മറന്ന് കരുണാകടാക്ഷത്താൽ കാത്തത് എൻ്റെ ഭാഗ്യമാണല്ലോ. പരമേശ്വര, അങ്ങ് സന്തോഷിക്കുക. ഇങ്ങനെ ക്ഷമാപണം ചെയ്തിട്ട് വേണ്ടുന്ന സാധനങ്ങളെല്ലാം സംഭരിച്ച് ആ യജ്ഞം ദക്ഷൻ പൂർത്തിയാക്കി. ഓം നമോ ഭഗവതേ വാസുദേവായ.